ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളും ആഗോള പകർച്ചവ്യാധികളുമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം തേടി ലോകരാഷ്ട്രങ്ങൾ ഒത്തുചേർന്നപ്പോൾ റഷ്യയിലെ മോസ്കോയിലുള്ള സ്റ്റേറ്റ് ഡ്യൂമയിൽ നടന്ന ബ്രിക്സ് ടയർ സെക്കൻഡ് സമ്മേളനം ശ്രദ്ധേയമായൊരു നാഴികക്കല്ലായി മാറി. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ആഗോള ആരോഗ്യത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്നതിനായി പരമ്പരാഗത ചികിത്സാ രീതികളെയും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ബ്രിക്സ് സഖ്യത്തിന്റെ ടയർ സെക്കൻഡ് സമ്മേളനങ്ങൾ സാധാരണയായി നയതന്ത്രജ്ഞരും അക്കാദമിക് വിദഗ്ധരും ജനപ്രതിനിധികളും തമ്മിലുള്ള ആശയവിനിമയത്തിനാണ് വേദി ഒരുക്കുന്നത്. ആധുനിക മെഡിസിൻ രോഗങ്ങളെ ചികിത്സിക്കുന്നതിൽ വിജയിക്കുമ്പോഴും രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് കെയർ എന്ന മേഖലയിൽ വലിയൊരു വിടവ് നിലനിൽക്കുന്നുണ്ട്. ഈ വിടവ് നികത്താൻ പുരാതന ചികിത്സാ രീതികൾക്ക് കഴിയുമെന്ന തിരിച്ചറിവാണ് റഷ്യൻ സമ്മേളനത്തിന്റെ കാതൽ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്ത ഈ ചർച്ചകൾ ആഗോള ആരോഗ്യ നൈരൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്നവയാണ്. ഈ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്ത ചാണ്ടിയുമ്മൻ MLAയുടെ ഇടപെടലുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യയുടെ പൗരാണിക ജ്ഞാനമായ ആയുർവേദത്തെ ആധുനിക ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്നായി അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ചികിത്സ എന്നാൽ കേവലം രോഗം വന്നതിന് ശേഷം നൽകുന്ന ഒന്നല്ല, മറിച്ച് രോഗം വരാത്ത സാഹചര്യം ഒരുക്കലാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ലോകം ഇന്ന് നേരിടുന്ന പല സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആയുർവേദം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ സമഗ്രമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക ആയുർവേദത്തെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു ശാസ്ത്രമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി.